എന്താ ചെയ്യുന്നത്? സാർ എന്താ ചെയ്യുന്നത്? ഞാൻ അസിസ്റ്റന്റ് പ്രസന്റ് ഓഫീസറായിട്ട് സെൻട്രൽ ജയിൽ വർക്ക് ചെയ്യുന്ന ഒരു പോലീസാണ്. പിന്നെ പ്രൊഫഷണൽ മിമിക്രി ആർട്ടിസ്റ്റാണ്. ശരി. അപ്പൊ എന്തെങ്കിലും പെർഫോം ചെയ്യാൻ പറ്റുമോ? തീർച്ചയായിട്ടും എന്ന് ചെയ്യാം. ഈ ഞാൻ ഒരു കാര്യം ചോദിച്ചു, ഈ ചില സൗണ്ടൊക്കെ ലാലേട്ടനെ ഡബ് ചെയ്തത് താങ്കളാണോ? ഡബ് ഇത് ഞാനല്ല, ശ്യാമ എന്ന് പറഞ്ഞ എൻ്റെ ഫ്രണ്ടാണ്. പക്ഷെ ഫുള്ള് എഴുതിയത് ഞാനാണ്. വെരി വെരി ഗുഡ്. എന്തെങ്കിലും നമുക്ക് വേണ്ടി ഒന്ന് ചെയ്യാം. ആദ്യമായി തന്നെ നമ്മൾ ചാക്കോച്ചേട്ടൻ വരട്ടെ, കുഞ്ചാക്കോ പോവാൻ. ചാക്കോച്ചേട്ടനാണ് ഈ വേദിയിൽ വന്നു കഴിഞ്ഞാൽ സംസ്ഥാന ശൈലിയാണ്. അല്ല, എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങളെ കാണാൻ സാധിച്ചതിൽ. പ്രത്യേകിച്ച് ഈ അമൃത ടി വിയിലെ ഇമ്മിടി നല്ലതാൾ അല്ലെങ്കിൽ ഇമ്മിടി നല്ല ഫാൻ എന്ന ഈ മനോഹരമായ പരിപാടി ശരിക്കും സമയം കിട്ടുമ്പോൾ ഞാൻ കാണുന്ന പരിപാടിയാണ്. പ്രത്യേകിച്ച് എൻ്റെ മുന്നിരിക്കുന്ന വിവേകിനെ ഞാൻ കണ്ട് കരയാറുണ്ട്. ഞാനും എൻ്റെ കുടുംബസമയം സീരിയൽ കണ്ടു. പക്ഷേ ഇവിടെ വന്നപ്പോൾ അദ്ദേഹം ചിരിക്കുന്ന മുഖം കണ്ടപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് വളരെ സന്തോഷം തോന്നി. അതുപോലെ ഇദ്ദേഹത്തിൻ്റെ ടിക്ടോക്കിൽ പെർഫോമൻസ് അതും അടിപൊളി. അതുപോലെ മാളവിക. പക്ഷേ ലാലേട്ടനെ പൊളിച്ചെന്ന് നിങ്ങൾ പറഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ ഹാപ്പി നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. താങ്ക് യു. വിഷ്വലൈസ് ചെയ്യുന്നത് ചാക്കോച്ചൻ പറയുന്നത് അതേപോലെ. അതുപോലെ നമ്മള് നാരായണൻകുട്ടി ചേട്ടനായിരിക്കാം, കലാപ്പൻ നാരായണൻകുട്ടി. എന്റെ പൊന്നി എമ്മിടി പരിപാടി ഇവിടെ അടിച്ചു പൊളിച്ചു. സത്യം പറഞ്ഞാൽ എമ്മിടിയുടെ ശരിക്കുമുള്ള ഫാൻ ഞാനാണ്. പക്ഷെ ഒരു പാട്ട് കൂടെ ആഗ്രഹമുള്ളൂ. ഒച്ചൊരു പിച്ചുമോ ഒച്ചമോ ഈ തോട്ടിച്ച് എന്നെ പാട്ടാ പാടാനാ. പക്ഷെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശ്രമിക്കുന്നു. കലാപൻ നാരായണൻകുട്ടി, നന്ദി, നമസ്കാരം. താങ്ക് യു. ശരിക്കും ഇത് എനിക്ക് വളരെ മനോഹരമായിട്ടുള്ള പരിപാടിയാണ്. അതുകൊണ്ട് ശരിക്കും ഇമ്മണി നമ്മുടെ സ്വന്തം ഫാനാണ്. ഇനി ഇതിന്റെ പേർക്ക് കേസൊന്നും എടുക്കരുതെന്ന് അപേക്ഷിക്കണം. ഇരട്ടണം വില പേശലും നമ്മളോട് വേണ്ട. അതുകൊണ്ട് ഇമ്മണി എന്ന് പറയുന്നത് നല്ലൊരു ഫാനാണ്. ചൂടെടുക്കുമ്പോൾ അത്യാവശ്യമായിട്ട് വീട്ടിൽ ഈ ഫാന് ഞാൻ ഫിറ്റ് ചെയ്യാറുമുണ്ട്. അതുകൊണ്ട് എന്നെ ആരും തോൽപ്പിക്കേണ്ട ഒരു ആവശ്യവുമില്ല. എനിക്കാരെയും പേടിയില്ല. വളരെ സിമ്പിളാണ് അല്ലേ? മനോഹരമായിട്ടുള്ള പെർഫോമൻസ്, മനോഹരമായിട്ടുള്ള ജഡ്ജസ്, മനോഹരമായിട്ടുള്ള ടെക്നിക്ക്, വളരെ പവർഫുൾ ആയിട്ട് പ്രോഗ്രാംസ്. ശരിക്കും വിവേകന് ഓടാൻ പറ്റുമോ, ചാടാൻ പറ്റുമോ? പറ്റില്ല. വളരെ സിമ്പിളായിട്ട് കൊച്ചു പിള്ളേർ കാണിക്കുന്നുണ്ടല്ലേ. ശരിക്കും ഇത് കാണുമ്പോൾ ഇമ്മണി എന്ന് പറയുന്ന പരിപാടിയിൽ ഏറ്റവും വലിയ ക്രെഡിറ്റ് മലയാളിക്ക് ഇഷ്ടപ്പെടുന്ന 3 അതിഥികളാണ്. പവർഫുള്ളാണ് നിങ്ങളല്ലേ? ശരിക്കും അല്ലേ? പവർഫുൾ അല്ലേ? പവർഫുൾ ആണല്ലേ? വളരെ മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലായല്ലേ? താങ്ക് യു.